അവളുടെ മോള് എന്റെ നേർക്കുയർത്തിയ ചൂണ്ടുവിരലിന്റെ വില. അവളുടെ അഹങ്കാരത്തിന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. അല്ല, മാഡം പറഞ്ഞതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി സമ്മതിച്ചു തരാൻ ഈ പെണ്ണുപിള്ളയ്ക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലാതിരിക്കുമോ? എല്ലാ വശവും ആലോചിക്കണം മാഡം. ഒരുപക്ഷെ ആ പെണ്ണ് ചെന്ന് അവരോടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ? ചിലപ്പോ സിതാരയുടെ ഉദ്ദേശ്യവും നമ്മൾ ചിന്തിക്കുന്ന പോലെ ചതി തന്നെയാണെങ്കിലോ? അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. കണ്ണിൽ കണ്ണിൽ നോക്കി ചതിക്കാൻ അവന്തികയുടെ അത്രയും കഴിവ് ആ സിത്താരയ്ക്കില്ല. മൂർത്തി പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നെങ്കിൽ ചതിയുടെ ആ മത്സരത്തിൽ സിത്താരയ്ക്ക് 2ാം സ്ഥാനം കിട്ടൂ. താൻ വാ. ദമ്പതി പൂജയുടെ ആദ്യ ദിവസമാണത്രേ. താൻ റെഡിയാവും, നമുക്ക് പോവാം. എനിക്കെന്തോ ഒരു വയ്യായിക പോലെ. ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ഗൂഗിളിൽ പോയി തൊഴുതു വന്നാൽ മതി. ഹലോ മോനെ. അമ്മേ, എങ്ങനെ പോന്നു കാര്യങ്ങൾ? എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടമ്മേ. ഇത് ഇത്രയും ശക്തിയുള്ളൊരു സ്ഥലമാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷേ അമ്മേ. എന്താ മോനെ? ഇതുപോലൊരു ക്ഷേത്ര സന്നിധി വന്ന് സമൃദ്ധിയോടൊപ്പം ദമ്പതി പൂജ നടത്തുന്നത് അതിലൊരു ശരികേടില്ലേ അമ്മേ? നിനക്കെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? അറിയില്ല, ചിലപ്പോ ദൈവങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതായിരിക്കും. നാളെയാ പ്രധാന പൂജ നടക്കുന്നത്. മറ്റുള്ള ഭാര്യാഭർത്തകന്മാരെ പോലല്ലോ ഞാനും സമൃദ്ധി. ഇതുപോലെ അമ്പലത്തില് ഇത്രയും സത്യമുള്ള സ്ഥലത്ത് അവളുടെ ഭർത്താവല്ലാത്ത ഞാൻ ഭർത്താവാണെന്നുള്ള നുണയും പറഞ്ഞ് പൂജയിൽ പങ്കെടുത്ത അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്താലോ എന്നൊരു ഭയം. എടാ, സത്യം അസത്യമൊക്കെ നമ്മുടെ മനസ്സിലാ. ദൈവങ്ങൾ അതാ നോക്കുന്നേ. അവളെ ചതിക്കണമെന്നോ ദ്രോഹിക്കണമെന്നോ ഉള്ള ദുരുദ്ദേശത്തോടെയല്ലോ നീ പൂജയിൽ പങ്കെടുക്കുന്നത്. സമൃദ്ധിയെ നീ മനസ്സിൽ ഭാര്യയായിട്ട് തന്നെയല്ലേ കരുതുന്നത്. പിന്നെ എന്താ അതിലൊരു തെറ്റ്? ഇത്രയും പരിശ്രമിച്ചിട്ടും അവളുടെ ഓർമ്മകൾ തിരിച്ചു വരാത്തത് അവള് നിനക്കുള്ളതായതുകൊണ്ടാ. ഗൗരിമോളുടെ അമ്മയായി ദൈവം അവളെ നിനക്ക് തന്നതാ. ഇന്നല്ലെങ്കിൽ നാളെ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടും. അതുകൊണ്ട് നീ ചെയ്യുന്നതിൽ ഒരു അസത്യവും ഇല്ല. നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ടാ മോനെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയല്ലേ ഇതൊക്കെ. അതുകൊണ്ട് നല്ല മനസ്സോടെയും നല്ല ചിന്തകളോടെയും നീയും സമൃദ്ധയും പൂജയിൽ പങ്കെടുക്ക്. പൂജ കഴിയുന്നതോടെ സമൃദ്ധ നിന്റെ സ്വന്തം ഭാര്യയായി തീരും. ഇപ്പോ മനസ്സും തണുത്ത പോലെ. എങ്കിൽ ശരിയമ്മേ, ഞാൻ വിളിക്കാം. ശരി മോനെ.